ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 12-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപഃ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. നമസ്തേ. 2-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഞാനില്ലാതിരുന്ന, ഭഗവാൻ പറയുകയാണ്, ഞാനില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല. അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ ആരും ഇല്ലാതാവുകയുമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, നമുക്കാർക്കും തന്നെ സ്ഥായിയായ നാശം സംഭവിക്കുന്നില്ല. സത്യമിതാണെന്ന് നല്ല ഉറപ്പുള്ളപ്പോൾ പാർത്ഥൻ്റെ വ്യഥ അർത്ഥമില്ലാത്തതാകുന്നു. അർജുനൻ്റെ ശോകം അജ്ഞാനത്തിൻ്റെ ഫലമാണ്. സകലരുടെയും സനാതന സ്വരൂപമായി വർത്തിക്കുന്ന ആത്മവസ്തുവിൻ്റെ നേർക്കാണ് ഈ പദ്യത്തിൽ കൂടി ഭഗവാൻ വിരൽ ചൂണ്ടുന്നത്. ഇവിടെ വ്യക്തി ഘടകങ്ങളെ 2 പദാർത്ഥങ്ങളെ നിലവിലുള്ളൂ. ഒന്ന് ആത്മാവ് അഥവാ ബോധം, 2 ജഡം. തൻ്റെ സത്യവും ജഡത്തിൻ്റെ സത്യവും അറിഞ്ഞനുഭവിക്കാൻ കഴിവുള്ള വസ്തുവാണ് ബോധം. സത്യമറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ജഡത്തിനുള്ളത്. അല്ലയോ പാർത്ഥ, അങ്ങനെയുള്ള ആത്മാവ് അഥവാ ബോധം എൻ്റെയും നിൻ്റെയും ഈ രാജാക്കന്മാരുടെയും ഒരിക്കലും നശിക്കാത്ത സനാതന വസ്തുവാണ്. ഇതറിഞ്ഞാൽ നീ ആരെക്കുറിച്ചും അനാവശ്യമായി ദുഃഖിക്കുകയില്ല. ആത്മാവ് നിത്യമെങ്കിലും ജഡം ശരീരങ്ങൾ ഉണ്ടായി മറയുന്നതായി കാണുന്നത് ദുഃഖകരമല്ലേ? ഈ സംശയത്തിന് സമാധാനമാണ് അടുത്ത പദ്യം. വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.